നമ്മളൊക്കെ പിള്ളേർക്ക് ഈ കോപ്പി റൈറ്റിംഗ് ഉണ്ടല്ലോ, ഈ പിള്ളേരെ ഈ അക്ഷരം എഴുതി പഠിപ്പിക്കുമല്ലോ, ABCD എന്നൊക്കെ നമ്മൾ 4 ലൈൻ എഴുതി പഠിപ്പിക്കുമല്ലോ. പഠിപ്പിക്കുമ്പോൾ പിള്ളേരോട് ചുമ്മാ എഴുതാൻ പറയല്ലോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം അതിന്റെ മോളില്, ഇപ്പൊ കോപ്പി റൈറ്റിംഗ് ബുക്കിന്റെ മോളില് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ABCD എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അടുത്ത ലൈനിൽ ഈ മോൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചെന്ത് ചെയ്യണം, അത് നോക്കി അതുപോലെ എഴുതണം. ABCD. ഒരു കൊച്ചും ആദ്യത്തെ ലൈനിൽ മോൾ എഴുതിയതുപോലെ എഴുതത്തില്ല. എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ D ആയി പോകും. ശരിയല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരിക്കലും കൊച്ചു എഴുതത്തില്ലെന്ന് പറയരുത്. ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. നമുക്കൊരിക്കലും യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റത്തേയില്ല, അതൊക്കെ ഒരു മാതൃക എന്നുള്ളതേ ഉള്ളൂ, ഇത് നമുക്കുള്ളത് അല്ല. ഭയങ്കര അപകടകരമായ ടീച്ചിങ് ആണ്. നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രമാണം. എന്താണെങ്കിലും യേശു കർത്താവ് നമ്മളെ തലയിൽ അടിച്ചു വെക്കത്തില്ലായിരുന്നു. എന്നാൽ സമയമെടുക്കും. കൊച്ചെഴുതി പഠിക്കുമ്പോൾ ആദ്യം എന്ന് എഴുതിയാൽ D എന്നൊക്കെ ആകുമായിരിക്കും. പക്ഷെ 5 ലൈനായി, 6 ലൈനായി, 10 ലൈനായി, 10ാമത്തെ ലൈനൊക്കെ ആകുമ്പോൾ ഏകദേശം അതുപോലൊക്കെ A പോലൊക്കെ ആകും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മോളിലത്തെ എഴുതി വെച്ചതും ഇതുപോലെ എഴുതി പഠിച്ചവനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എഴുതി വന്നാൽ നാളെ ഇവനും മോളിലത്തെ പോലെ തന്നെ എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഓക്കെ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദുരുപദേശങ്ങൾ നമ്മളെ വിഴുങ്ങിക്കളയരുത്. നമുക്കൊരിക്കലും അനുസരിക്കാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇത്രയും കിടന്ന് മെനക്കെടുന്നേ? അതൊരു ലൈസൻസ് ആയിട്ടേ വരത്തുള്ളൂ. ഏറ്റവും ഒടുവിൽ പിള്ളേർ പറയും, ഏതാണെങ്കിലും നമുക്കൊന്നും അനുസരിക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ നമ്മളിപ്പോ എത്ര പരിശ്രമിച്ചാലും ഇത്രയല്ല ഉള്ളോ. ആ ദുരുപദേശത്തിലേക്ക് നമ്മൾ വീണു പോകരുത്. നീ എത്ര പെർഫെക്റ്റ് ആയെന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. നീ പെർഫെക്റ്റ്, അത് കർത്താവ് നിന്നെ സഹായിക്കും. ഇപ്പൊ കൊച്ചിനെ ആണെങ്കിലും നമ്മൾ ഇരുത്തി പഠിപ്പിക്കത്തില്ലേ, ഇല്ലേ? എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, എന്റെ സ്വന്തം ശക്തിയിൽ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്റെ സ്വന്തം ശക്തിയിൽ കഴിയുമെന്ന് ആരും പഠിപ്പിക്കുന്നുമില്ല. എന്റെ സ്വന്തം ശക്തിയിൽ എനിക്ക് ഒരിക്കലും യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു മരിക്കേണ്ട കാര്യമോ, ഒരു വീണ്ടും ജനനം അത്യാവശ്യമില്ലായിരുന്നല്ലോ. വീണ്ടും ജനനം തന്നെ അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ സ്വാഭാവിക ജനനത്താൽ എനിക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് കർത്താവ് ഒരു വീണ്ടും ജനനം നൽകിയത്. പിന്നെ വീണ്ടും ജനിച്ച ദിവസം മുതൽ ഇപ്പൊ യേശു ജീവിക്കുന്നത് പോലല്ല. ഏത് കുഞ്ഞും അപ്പനെ പോലെ വളരാൻ ഇച്ചിരി സമയമെടുക്കും. പക്ഷേ അവൻ ഒരിക്കൽ അപ്പനെ പോലെ നടക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അതുകൊണ്ട് ദുരുപദേശങ്ങൾ നമ്മളെ തകർത്ത് കളയരുത്. അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഈ മാതൃക എന്നുള്ള വാക്ക് ഈ കോപ്പി റൈറ്റിംഗ് ബുക്കിലെ മുകളിലത്തെ ലൈനിന് പറയുന്ന വാക്കാണ്. അതായത് അത് നോക്കി അവനെ നോക്കി നമ്മൾ ജീവിച്ചോണം, അതുപോലെ ജീവിക്കണം, അതുപോലെ അവനെ പോലെ ആകാനായിട്ട്. അതിനുവേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്? അവന്റെ ജീവിതം. അപ്പോൾ അവന്റെ മരണം എന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതം എനിക്ക് ഇവിടെ അവനോടുള്ള സഹവാസത്തിൽ വസിച്ചുകൊണ്ട്, അവനിൽ വസിച്ചുകൊണ്ട് അവനെപ്പോലെ ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുകയാണ്. അപ്പൊ അവൻ എനിക്കൊരു ജീവൻ, അവന്റെ ജീവൻ ഈ 33 വയസ്സുവരെ അവൻ ജീവിച്ചത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതിനാണ് അവൻ നമുക്ക് ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ പുതുജനനം നൽകിയിരിക്കുന്നത്. അവനിൽ വസിപ്പിൻ, എന്നാൽ നമുക്ക് ഫലം കായ്പാൻ കഴിയും. എന്നിൽ വസിപ്പിൻ, എന്നാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നമുക്ക് ആകപ്പാടെ ചെയ്യാൻ കഴിയുന്നത് അവനിൽ വസിക്കുക എന്നുള്ളതാണ്. അവനിൽ വസിക്കാതെ ഇതിലേ നടന്നിട്ട് ഇതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് യേശുവിന്റെ മരണത്തെക്കുറിച്ച്, മരണത്തിന്റെ സമയമാണിത്. എന്നാൽ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് അവന്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഓക്കെ, അവന്റെ മരണം നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. എന്നാൽ അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ
ഈ അധ്യായത്തിൽ നമുക്ക് വളരെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇതേപോലെ തന്നെ യേശുവിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ, ഈ ജീവിതം എന്ന് പറയുമ്പോൾ 3 വാക്കുകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ, ഡീഡ്സ്. 2, ശീലങ്ങൾ, ഹാബിറ്റ്സ്. 3, സ്വഭാവം, ക്യാരക്ടർ. അപ്പോൾ പ്രവൃത്തി, ശീലങ്ങൾ, സ്വഭാവം, ഇത് 3 ഒരുപോലെ നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ പ്രവൃത്തി നമ്മൾ കണ്ടുപഠിക്കണം. യേശുവിന്റെ ശീലങ്ങൾ എന്ന് നമ്മൾ ശരിക്കും പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശീലം എന്ന് പറയുന്നത് പരിശീലിക്കുന്നതായ ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വഭാവമാണ്, ക്യാരക്ടറാണ്. യേശുവിന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പൊ ഈ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്യാരക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാരക്ടർ എന്റെ ബീയിങ്ങിന്റെ, എന്റെ സത്തയുടെ തന്നെ ഭാഗമാണ്. എന്റെ ക്യാരക്ടർ ഞാൻ ആരാണോ അതിൽ നിന്നാണ് എന്റെ ക്യാരക്ടർ ഉണ്ടാകുന്നത്. പ്രവൃത്തിയും ശീലവും ഒക്കെ മാറ്റാൻ പറ്റും, പക്ഷെ ഈ ക്യാരക്ടർ മാറണമെങ്കിൽ എന്റെ ബീയിങ്ങേ മാറിയാലേ പറ്റുള്ളൂ. ഞാനിത് കുറച്ച് വിശദമാക്കാം ചില ഉദാഹരണങ്ങളിലൂടെ. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക്, ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളുണ്ട്, ശീലങ്ങളുണ്ട്, സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്നതാണ്. ശീലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പരിശീലിക്കുന്നതാണ്. പരിശീലിക്കുക, നല്ല ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശീലിക്കുന്നു. എന്നാൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പരിശീലിക്കുന്നതല്ല, പരിശീലിച്ചുണ്ടാകുന്ന ഒരു കാര്യമല്ല സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സെക്യുലർ അണ്ടർസ്റ്റാൻഡിങ്ങില് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, പക്ഷെ അത് തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവിടെ പറയുന്നത്, ഇഫ് യു സോ എ ഡീഡ് യു വിൽ റീപ്പ് എ ഹാബിറ്റ്, ഇഫ് യു സോ എ ഹാബിറ്റ് യു വിൽ റീപ്പ് ക്യാരക്ടർ. നിങ്ങൾ ഒരു പ്രവൃത്തി വിതയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശീലങ്ങൾ കൊയ്യാൻ പറ്റും. ശീലങ്ങൾ വിതയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വഭാവം കൊയ്യാൻ പറ്റും. പക്ഷെ ഇത് ശരിക്കും കൃത്യമായ ഒരു കാര്യമല്ല. കാരണം ഇത് താഴെ നിന്ന് മോളിലോട്ടൊഴുകുന്ന കാര്യമല്ല, മോളിൽ നിന്ന് താഴേക്കൊഴുകുന്നതാണ്. കാരണം പ്രവൃത്തി ഞാൻ പറഞ്ഞു പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്ത്? പ്രവൃത്തികൾ. എന്നാൽ ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എഫർട്ട് എടുത്ത് പരിശീലിക്കുന്നതാണ്. അപ്പോൾ പ്രവൃത്തി, ശീലം. മൂന്നാമത്തേത് സ്വഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായതാണ്, നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് സ്വഭാവം എന്ന് പറയുന്നത്. ആ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വവുമായി അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബീയിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. എന്റെ ബീയിങ് മാറാതെ എന്റെ സ്വഭാവം മാറത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ താഴേന്ന് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വരാൻ കഴിയില്ല. ശീലങ്ങൾ വരെയൊക്കെ പറ്റും, പക്ഷെ അതിന് മുകളിലോട്ട് പോകാൻ കഴിയില്ല. ശീലം നമുക്ക് പരിശീലിക്കാം. എന്നാൽ വേദപുസ്തക പ്രകാരം ക്യാരക്ടറിൽ നിന്ന് താഴേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം വേദപുസ്തകത്തിലെ ഉദാഹരണങ്ങൾ തന്നെയുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഒടുവിലേക്ക് കർത്താവ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ഒരു മാവങ്ങ് തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? മാവിന് പകരം തേങ്ങ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് ചിന്തിച്ചാൽ മാവിന് തേങ്ങ കൊടുക്കാൻ പറ്റുമോ? മാവിൽ നിന്ന് ഒരിക്കലും തേങ്ങ ഉണ്ടാവുകയില്ല. മാവിൽ നിന്ന് മാങ്ങ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മാവാണ്. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? അത് പറ്റില്ല. കാര്യം ബീയിങ് ആണ് ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. ആ ബ്രീഡ് എന്താണ്, നമ്മൾ ഏത് ബ്രീഡിൽപ്പെട്ടതാണ്, അതാണ് ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. അതാണ് താഴോട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ
ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. അപ്പൊ ഇവിടെയാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ടതായ ചില പാഠങ്ങൾ. നമ്മൾ ആളുകളെ നല്ലവരാക്കാൻ നോക്കുന്നത് ശീലങ്ങളിലൂടെയാണ്. നീ നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല ശീലങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെയാണ് റിലിജിയൻ പഠിപ്പിക്കുന്നത്. മതം പഠിപ്പിക്കുന്നത് നല്ല ശീലങ്ങൾ, നല്ല പ്രവൃത്തി ചെയ്യണം, നല്ല ശീലമുണ്ടാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം. പക്ഷേ യേശു കർത്താവ് പഠിപ്പിക്കുന്നത് അതേ അല്ല. യേശു കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എടാ, നല്ല വൃക്ഷത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വൃക്ഷം മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. ബ്രീഡ് മാറണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബ്രീഡ് മാറിയില്ലെങ്കിൽ കുറെ കാലമൊക്കെ ഈ തത്തിപ്പിടിച്ചൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരിശീലിപ്പിച്ചെടുക്കാം. പൂച്ചയെ 2 കാലേ വേണമെങ്കിൽ 3-4 സ്റ്റെപ്പൊക്കെ നടത്താം പരിശീലിപ്പിച്ചാൽ. പക്ഷെ എലിയെ കണ്ടാ 4 കാലും താഴെ വെക്കും. ഇതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ വലിയ കടിച്ചു പിടിച്ച് പാപമൊക്കെ ചെയ്യാതൊക്കെ ജീവിക്കാനൊക്കെ പരിശ്രമിച്ചാൽ കുറച്ചൊക്കെ ചിലപ്പോ പറ്റിയെന്നിരിക്കും. പക്ഷേ ശരിക്കും പ്രലോഭനം വരുമ്പോൾ, പൂച്ച വരുമ്പോ 4 കാലും താഴെ വരും. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്പാൻ കഴിയുകയില്ല, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാനും. പിന്നെന്ത് ചെയ്യണം? ഫലം മാറണമെന്നല്ല അവിടുത്തെ പ്രത്യേകത, വൃക്ഷം മാറണം എന്നുള്ളതാണ്. അതാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ക്യാരക്ടർ എപ്പോഴെങ്കിലും പുറത്തു വരും. പഴയ ഒരു ഈസോപ്പ് സ്റ്റോറി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ മഞ്ഞിലൂടെ, ഞാനൊക്കെ ഈ മഞ്ഞിലൂടെ പലപ്പോഴും നടന്നിട്ടുള്ള ആളാണ്. പല രാജ്യങ്ങളിൽ പോകുമ്പോഴും, ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹിമാചലിലൊക്കെ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മഞ്ഞിനകത്തൊക്കെ നടക്കേണ്ടി വരും നമ്മൾ. ഈ മഞ്ഞിനകത്തോട് നടന്നു കഴിഞ്ഞാൽ ചില മരക്കമ്പുകളും ഒക്കെ ഈ മഞ്ഞങ്ങ് പൊതിഞ്ഞു കിടക്കും. മഞ്ഞ് പൊതിഞ്ഞു കിടക്കുമ്പോ ഇതെന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയ കൂട്ടത്തില് ഒരു കമ്പ് ഇങ്ങനെ മഞ്ഞ് പിടിച്ചു കിടക്കുന്നുണ്ട്. അവൻ അത് തട്ടി, കമ്പാണെന്ന് വെച്ച് തട്ടി അതിന്റെ പുറത്തെ മഞ്ഞൊന്ന് മാറ്റി നോക്കിയപ്പോഴാ ഇതൊരു അണലിയായിരുന്നു. അവന് ഭയങ്കര സഹാനുഭൂതി. അയ്യോ, ഇവിടെ കിടന്ന ഈ അണലി ചത്തുപോകുമല്ലോ എന്ന് വെച്ച് ഇവൻ എന്ത് ചെയ്തു? ഈ അണലിയെ എടുത്ത് പുറത്തെ മഞ്ഞെല്ലാം തൂത്ത് കോട്ടിനകത്ത് വെച്ച് ചൂട് കൊടുത്തു. ഉണർന്നു കഴിഞ്ഞപ്പോ ആദ്യം അത് ഇവനെ തന്നെ കടിച്ചു. ഈ സോപ്പ് കഥയാ. ഉടനെ ഇയാള് ചോദിച്ചു, എടാ, നീ ചത്തുപോകണ്ട, നിന്നെ ഞാൻ എടുത്ത് എന്റെ മാറിന്റെ ചൂട് തന്ന് നിന്നെ ജീവനുള്ള ഒരു ജീവിയാക്കി തീർത്തപ്പോൾ നീ തിരിഞ്ഞ് എന്നെ തന്നെ കടിക്കാൻ കാര്യം എന്താ? ഉടനെ അണലി പറഞ്ഞു, ബിക്കോസ് ഐ എം എ വൈപ്പർ. കാര്യം ഞാൻ അണലിയാ, എനിക്കതേ അറിയത്തുള്ളൂ. എത്ര ഉപകാരം ചെയ്താലും എന്തോ ചെയ്താലും അണലിയാണോ കടിക്കും. രൂപാന്തരം ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പരീശന്മാരും സദൂക്യരും അവന്റെ അടുത്ത് സ്നാനമേൽപ്പാൻ വന്നപ്പോൾ ചോദിക്കുക, സർപ്പസന്തതികളെ, അണലിയുടെ സന്തതികളെ എന്നാ ശരിക്കും എഴുതിയിരിക്കുന്നത്, ബ്രൂഡ് ഓഫ് എ വൈപ്പർ, അണലിയുടെ സന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? എന്നാന്നറിയാം ഇവന്മാര് സ്നാനപ്പെടാൻ വന്നത്? ഒത്തിരി പേര് പറഞ്ഞു, എടാ, യോഹന്നാന്റെ അടുത്ത് പോയി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നീ അങ്ങ് സ്വർഗത്തിൽ പോകും. ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ഇനി ഇവന്മാര് വന്നത് ഇനി അതിന്റെ കുറവ് കൊണ്ട് ചില പാർട്ടികൾ സ്നാനപ്പെടുന്നത് തന്നെ അങ്ങനെ. എന്റെ ബ്രദറെ, ഇനിയിപ്പോ അതിന്റെ കുറവ് കൊണ്ട് ഞാന് സ്വർഗത്തിൽ പോയില്ലെന്ന് വേണ്ട. അങ്ങനെ പോയി മുങ്ങുന്നവരും ഉണ്ട്. അങ്ങനെ പോയി മുങ്ങിയാലൊന്നും യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. യോഹന്നാൻ സ്നാപകൻ പറയാ, ഇല്ല, നിനക്ക് ഈ മുങ്ങല് കൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല. കാര്യം നീ അണലിയുടെ സന്തതിയാണ്. നിനക്ക് രൂപാന്തരം ഉണ്ടാക്കാൻ ഈ സ്നാനമൊന്നും പോരാ. പിന്നെന്തോ ഇവന് വേണ്ടത്? അതാണ് അടുത്ത വാക്യം പറയുന്നത്, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന്റെ പ്രത്യേകത, സ്നാനം എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്നതിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്നറിയാമോ? അത് അണലിയെ പോലും രൂപാന്തരപ്പെടുത്തുന്നതാണ്. വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രം അണലിക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. പക്ഷേ ആത്മാവിൽ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഇവന്റെ ബ്രീഡ് മാറും. അപ്പൊ ബ്രീഡ് മാറണം.
ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ജീവിതം എന്ന് പറയുമ്പോൾ പ്രവൃത്തി മാറിയാൽ പോരാ, അത് പിന്നെയും ചാടിക്കേറി വരും. ശീലങ്ങൾ പരിശീലിക്കുന്നതാണ്, അതും മാറിപ്പോകും. പക്ഷേ സ്വഭാവമാണ് മാറേണ്ടത്. പക്ഷെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വഭാവം വ്യക്തിത്വവുമായി, വ്യക്തിത്വം എന്നുള്ള വാക്ക് കറക്റ്റ് അല്ല, ബ്രീഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അത്, അതായത് നമ്മളൊരു ബ്രീഡ്, ഇപ്പം പട്ടിക്ക് പൂച്ചയാകാൻ പറ്റില്ല, പൂച്ചയ്ക്ക് പട്ടിയാകാനും പറ്റില്ല. മുള്ളിന് മുന്തിരിപ്പഴമാകുവാൻ കഴിയില്ല. ബ്രീഡ് ഡിഫറന്റ് ആണ് എന്നതുപോലെ ഒരു വ്യത്യസ്തമായ ബ്രീഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ബ്രീഡ് ആവുകയാണ് നമുക്ക് ആവശ്യം. അതിനാണ് വീണ്ടും ജനനം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ കൈവോക്ക്, മുങ്ങ്, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് മാത്രം മനുഷ്യന് രൂപാന്തരം ഉണ്ടാകത്തില്ല. രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയാകണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. അതുകൊണ്ട് വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നമ്മുടെ ക്ലാസ്സുകളിൽ അനിവാര്യമാണ്.